അകത്തുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോവും. അവർക്ക് എന്താ കാര്യം എന്റെ അനിയത്തെ ചോദ്യം ചെയ്യാൻ? വെറുതെ ബലം പിടിക്കണ്ട. അങ്ങോട്ട് പോകാൻ പറ്റില്ല. നിന്നോടല്ലേ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. അർജുൻ, അർജുൻ ഇനി വരൂ. ഇവിടെ വരാനല്ലേ പറഞ്ഞത്? എന്താ സാർ ഇതിന്റെ അർത്ഥം? എന്തിനാ രമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അവർക്ക് എന്തറിയാം? കൂൾ ഡൗൺ. രമയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്? വരൂ, വരാൻ. സത്യം പറ, എവിടെയാണ് നിന്റെ അച്ഛൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയില്ലേ? എനിക്കറിയില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അനന്തൻ ബാംഗ്ലൂരിൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? ഉണ്ട്. ആരെ കാണാനാണ് വരുന്നത്? എന്നെയും ചേട്ടനെയും കാണാൻ. കള്ളം, പച്ചക്കള്ളം. സത്യം പറയണി, സ്വർണം വിൽക്കാനല്ലേ അയാൾ വരുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ലാക്കുപ്പിൽ ഇടേണ്ടി വരും. മര്യാദയ്ക്ക് സത്യം പറ. ഇപ്പൊ പൊയ്ക്കോ, എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എന്താ മോളെ, എന്തിനാ കരയുന്നത്? അവർ നിന്നെ എന്ത് ചെയ്തു? അവരെന്നെ ഒരുപാട് പേടിപ്പിച്ചു, ചീത്ത പറഞ്ഞു, അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. സാരമില്ല, വാ. ആരാ? നമ്മൾ എലക്ട്രീഷ്യനാ. എന്ത് വേണം? അല്ല, സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ലൈൻ കേടായിട്ടുണ്ടെന്ന്. അല്ല, സാറിന്റെ ഭാര്യ വിളി. അവള് ഓഫീസിൽ പോയതാ. ആഹാ. അല്ല, ഇപ്പൊ ശരിയാക്കണോ ഉടനെ ശരിയാക്കണം എന്നാ സാറ് വിളിച്ചു പറഞ്ഞത്. എന്നാ ശരിയാക്കാം. എന്നാ ഇപ്പൊ ശരിയാക്കാം. ഗുഡ് മോർണിംഗ് സർ. എന്താ സാർ? ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താം. സാർ പറഞ്ഞോ, സാറിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. സാറിനെ സഹായിക്കൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? എന്തിനും റെഡി, ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻ. എനിക്ക് കാറോ ബസ്സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. വെറുതെ ഇരിക്കൂ. മേലിൽ ഈ റീഡിന്റെ പേരും പറഞ്ഞ് എന്നെ എന്റെ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കരുത്. എണീക്കണോ? എണീക്കാൻ. താനെന്നെ വിലക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുക. തന്നെയും തന്റെ കുടുംബത്തെയും ഞാൻ ഉപദ്രവിക്കും, എന്നാലാവും വിധം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോ സാറിന്റെ തീരുമാനം അതാണ്. പക്ഷെ തീരുമാനിക്കുന്നതിന് മുമ്പ് സാർ ഒരു കാര്യം ചെയ്യണം. മുകളിലത്തെ ബെഡ്റൂമിലെ ഡ്രോയറിന്റെ ഉള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരണം. അവിടെ എന്താ ഉള്ളത്? ബോംബ്. ബോംബേ. സാറേ നോക്ക്. സാറ് നോക്ക്. കൈക്കൂലി കേസിൽ ഒരു ഓഫീസർ അറസ്റ്റ്. പട്ടണത്തിലെ പ്രമുഖനായ. പേടിക്കണ്ട, സാറിനെ കുറിച്ചല്ല, പേപ്പറിൽ ന്യൂസ് വായിച്ചതാ. ഇതെങ്ങനെ എന്റെ മുറിയിൽ വന്നു? ആരാ വെച്ചത്? ആരാ എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ടത്? ഈ ഒരു ബാഗല്ല, ഇതുപോലുള്ള ബാഗുകൾ ഈ വീട്ടിന്റെ പല സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ട്. മഷിയിട്ട സാറ് കാണില്ല. എന്റെ സുഹൃത്തുക്കൾ CBIയിലുണ്ട്. ഞാൻ അവരെ ടിപ്പ് ചെയ്യും. കിട്ടേണ്ടത് കൃത്യമായി അവരുടെ കൈ കിട്ടും. പിന്നെ സാറ് ഹരിചന്ദ്രനൊന്നും അല്ലല്ലോ. 3500 രൂപ സാലറി വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കാണുന്നതിനേക്കാൾ എത്ര ഇരട്ടി സാധനങ്ങൾ ഈ വീട്ടിലുണ്ട്. പിന്നെന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. CBIയുടെ ഒരു കേസിൽ സാറ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒരു കേസ് പെൻഡിങ്ങിലുണ്ട്.
ഇതും കൂടെ ആവുമ്പോ ചതിയാ? താൻ എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നു. എന്താ പറഞ്ഞത്? ചതിയനെന്നോ? ആളെ വിട്ട് എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ട് എന്നെ കുരുക്കാൻ ശ്രമിച്ചതിൽ ചതിയൊന്നുമില്ല. എന്റെ അനിയത്തെ വെറുതെ ഹറാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചോണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിൽ കുറ്റമൊന്നുമില്ല. നിങ്ങളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ മേലാൽ ഞങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കരുത്. അതിനൊരു പ്രിക്കോഷൻ എടുത്തു എന്ന് മാത്രം. എന്നാലും ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ തക്കോണ്ട് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചാലും ശരി, ഇനി അവരെ ഉപദ്രവിക്കാൻ ഞാനില്ല. അല്ല, ഇനി ഞങ്ങൾ സാറിനെ ഗവനിക്കുന്നതിന്റെ പോരായ്മ കൊണ്ട് വല്ലതുമാണോ? അല്ല, ഒരിക്കലുമല്ല. എനിക്കൊരപേക്ഷയുണ്ട്. ദയവായി ഇനി എന്നെ ഇതിന് നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. കോശി സാറേ, എന്താ ഇതിന്റെ കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? കാരണോ? അച്ഛൻ നീർക്കോലിയാണെങ്കിൽ മകൻ മൂർഖന്. അത് തന്നെ കാരണം. അല്ല വർക്കിച്ചേട്ടാ, കാരണം ചോദിക്കുമ്പോൾ ഇയാളെന്തിനാ പാമ്പിന്റെ പേര് പറയുന്നത്? ഓ, വേഷം. ഇനി എന്തെടുത്ത പരിപാടി? അവിടുന്ന് എന്താ റോസ്മേരി ഇത്? ഒന്നുമില്ല. എന്നാ പുറപ്പെട്. എന്ന് വരും? അച്ഛൻ പുറത്തിറങ്ങിയാലുടൻ ഞാൻ അവിടെ എത്തും. റോസ്മേരിയുടെ ഡാഡിയെ ചെന്ന് കാണും. ഒറ്റയ്ക്കല്ല, എന്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടാവും. കാര്യങ്ങൾ പറയും. അദ്ദേഹം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ എന്റെ സ്വന്തമാവും. അദ്ദേഹം സമ്മതിക്കുമെന്നാ എന്റെ വിശ്വാസം. പിന്നെ വാ. അവരെ കാണുന്നില്ലല്ലോ. വരട്ടെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നെ ഉടനെ അറിയിക്കണം. അർജുൻ, അശ്വിന്റെ അച്ഛൻ വിചാരിച്ചാൽ നിന്റെ അച്ഛനെ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവന്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയല്ലേ, അയാൾ വിചാരിച്ചാൽ നടക്കില്ലേ? വേണ്ട, അത് ശരിയാവില്ല. നടന്നില്ലെങ്കിൽ നാണക്കേടാ. പിന്നെ അശ്വിനെ നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ചെല്ലേ. ശരി. വരട്ടെ. ഏതാവും പറഞ്ഞ കേന്ദ്രമന്ത്രി? ബോഡയ്യ. എന്താ അറിയോ? ഇയാള് ജാതി മനുഷ്യനെ. ഓടയ്യ. ഞാൻ അറിയുന്ന പെൺകുട്ടിയാ രമ. അതുകൊണ്ടാ കൂടെ വിട്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നത് മുതൽ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം. ഞാൻ ഒരുപാട് തിരിച്ചും മറിച്ചും ചോദിച്ചു. പിന്നെ അവൾ സമ്മതിച്ചു. അവനുമായി പ്രേമത്തിലാണെന്നും അവനെ വിവാഹം കഴിക്കുള്ളെന്നും. അതാ അച്ചായനെ ഞാൻ വേഗം വരാൻ പറഞ്ഞു ഫോൺ ചെയ്തത്. നീ പറഞ്ഞപ്പോ അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു നാട്ടിൽ. അവനൊരു കള്ളക്കടത്തുകാരന്റെ മകനാ. കള്ളക്കടത്തുകാരനോ? അതെ. അയാളിപ്പോ ജയിലില്ല. ഇവൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ ഞാൻ തന്നെ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, ലാളിച്ച് വളർത്തുകൊണ്ടുണ്ടായ ദോഷം തന്നെ. അവളെവിടെ? പുറത്തെവിടെയോ പോയിരിക്കുക. ഇനി അവൾ പഠിക്കണ്ട. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ കരോട്ടെ ജോർജ് ഇല്ലേ, അവന്റെ മകൻ ജെയിംസ് കുട്ടി ഇവിടെ ഭാരത് ഇലക്ട്രിക്കൽസിൽ എഞ്ചിനീയറാ. ഞാനറിയും, ഒരു കറുത്ത പയ്യൻ. നിറം കറുപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ തൊഴിൽ കള്ളക്കടത്തൊന്നുമല്ല. ഞാനും ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതമാണ്. ഞാനും സമ്മതിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം നടത്താമെന്നും അവർ ഏറ്റിട്ടുണ്ട്. അവളോടൊരു വാക്ക് ചോദിക്കാതെ? എന്തിന്? ഞാൻ പറയുന്നവനെ അവള് കെട്ടും. അല്ല സാർ, നമുക്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. എന്നാലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം സാർ. ശരി, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. ആ. വരൂ. ഇത് മിസ്റ്റർ നാരായണൻകുട്ടി, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ. ഹലോ, പ്ലീസ് ടു മീറ്റ് യു. സിറ്റ് ഡൗൺ. താങ്ക് യു. നമ്മുടെ വണ്ടികൾക്കൊക്കെ ഇവരാ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. അറിയാം. ഐ ഹാവ് കം വിത്ത് എ ബാഡ് ന്യൂസ്. എന്താ?
ഇത് കോടതി ഡിഗ്രി ആണല്ലോ. അതെ, ഞങ്ങൾ ഫൈനാൻസ് ചെയ്ത 8 ലോറികൾ സീസ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്താ ആശാനെ ഇത്? ഞാൻ നേരിട്ട് സാറിനെ കണ്ട് പറഞ്ഞ കാര്യം സാർ സമ്മതിക്കുകയും ചെയ്തു. ആശാൻ എന്നെ കണ്ട് പറഞ്ഞത് ശരിയാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ സാധാരണഗതിയിൽ 3-4 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റിക്ക് വേണ്ടി നോട്ടീസ് അയക്കും. ചിലപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് വെച്ചെന്നിരിക്കും. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ? ഞാൻ മാസശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. സാധാരണ അവർ ഇടപെടാറില്ല. ഇപ്പൊ എന്തോ പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നു RR പ്രൊസീഡ് ചെയ്യാൻ. ഇത്രയും പൈസ പെട്ടെന്ന് എവിടുന്ന്? സാർ, കുറച്ച് ദിവസത്തെ അവധി കൂടി. സോറി, മാക്സിമം നാളെ ബാങ്ക് ടൈം വരെ. അതും എന്റെ റിസ്കിൽ. പറഞ്ഞ തുക മുഴുവൻ ഇതിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എണ്ണി നോക്കണ്ടേ? വേണ്ട. പലിശ കൃത്യമായിരിക്കണം. പ്രോനോട്ടോ അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട. അനന്തന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. താങ്ക്സ്. ഇതെന്താ മോനെ, തുടരെ ഓരോ പ്രശ്നങ്ങൾ. ആരെയെങ്കിലും കണ്ട് ആ ചേക്കുടിക്കാരുമായിട്ടൊരു തീർപ്പിലെത്തിക്കൂടെ? വരട്ടെ. ഹലോ, ആ പണിക്കരാ, അവരോടൊന്ന് പുറപ്പെട്ടു. ഒരു ക്രീം കളർ കോൺഗ്രസ് കാറാ. നമ്പർ ശ്രദ്ധിച്ചില്ല. ശരി. ആശാനെ, നമ്മുടെ പുറകെ ഒരു പോലീസ് ജീപ്പാണല്ലോ. ആ CI ഭരതനാണല്ലോ ഇരിക്കുന്നത്. അവരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? ആശാന, ബാഗ് തുറന്നു നോക്ക്. ഇത് നോട്ടാ. അത് മാറ്റി നോക്ക്. അയ്യോ, ബിസ്ക്കറ്റ് ആണല്ലോ. ചതിച്ചോ എന്റെ ദൈവമേ. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാ. കുഴപ്പമായല്ലോ. ഇനി എന്താ ചെയ്യാ? വേഗം വിട്. ഇപ്പൊ അവരെ കാണുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. കസ്റ്റംസ് ചെക്കിങ്. തിരിച്ചു വിട്ടാലോ? അയ്യോ, പോലീസ്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നോട് ക്ഷമിക്കണം. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. സാർ, മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാ. ആക്സിഡന്റാ. അയ്യോ അയ്യോ. നാശം. പോയിക്കോ. ആ കോൺഗ്രസ്സാക്കാർ എന്താ വിട്ട് കളഞ്ഞത്? സാർ, അതൊരു ആക്സിഡന്റ് കേസാ. മെഡിക്കൽ കോളേജിലേക്കാ പോയത്. ചെക്ക് ചെയ്യാതെ ഒരു വാഹനവും വിടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ? അതിലൊരാൾ ചോര.
അവരിതുവരെ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോ കസ്റ്റംസുകാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവര് നേരെ കോഴിക്കോട്ട് കൊണ്ടുപോയി കാണും. അതാ അവരുടെ ഒരു പതിവ്. ഹലോ ബാവാ. ഉണ്ട് സർ, കമ്മീഷണറാ. കമ്മീഷണറാ? അതെ. എന്തായി? ഇല്ലേ? ആര് പറഞ്ഞു? ഒരു ക്രീം കളർ കോണ്ടസി ആയിരുന്നു. ആ പണിക്കർ എന്നോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ആളുകളത് മിസ് ചെയ്ത് പോയി കാണും. ആഹാ, നിങ്ങളെ കൊണ്ടൊക്കെ പിന്നെ എന്തിനു കൊള്ളാം. അങ്ങനെ ഒരു കാറേ അവര് കണ്ടിട്ടില്ലെന്ന്. അതവര് കള്ളം പറഞ്ഞതാ. അവരെ വെട്ടിച്ചവൻ കടന്നിളഞ്ഞു കാണും. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, നമുക്ക് വീണ്ടും അബദ്ധം പറ്റുമെന്ന്. പറ്റി